തിരഞ്ഞെടുപ്പ് ചൂടെല്ലാം കഴിഞ്ഞ് മലയാളികൾ അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വിഷുവിനെ വരവേൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വിഷുവിൻ്റെ സദ്യ കഴിഞ്ഞാലും വിഷു കോടി കഴിഞ്ഞാലും ഏറ്റവും ആളുകൾ വാങ്ങുന്നത് പടക്കങ്ങളാണ്. ആ പടക്കങ്ങൾ ഏറ്റവും വില കുറച്ച് കിട്ടുന്നതാണ് നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഏറ്റവും വില കുറവിൻ്റെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഏറ്റവും ചെർപ്പളശ്ശേരിയിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. അത് വിഷുക്കാലമായി കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ വിഷു പടക്ക ചന്തയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് സ്റ്റോക്കൊക്കെ എത്തിയോ? തീർച്ചയായിട്ടും ഇലക്ഷൻ കഴിഞ്ഞതോടു കൂടിയിട്ട് നമുക്കറിയാം മലയാളികളൊക്കെ വിഷു ആഘോഷിക്കാനുള്ള തിരക്കിലേക്ക് തയ്യാറെടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും ആളുകൾക്ക് മികച്ച വിലക്കുറവിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് വിഷു പടക്കങ്ങളും അതേപോലെ വെള്ളരിയും ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നാളെ കുറച്ചും കൂടി സാധനങ്ങൾ എത്താനുണ്ട്. എന്തായാലും നാളെ വൈകുന്നേരം 4 മണിക്കാണ് നമ്മളിതിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ നഗരസഭ വൈസ് ചെയർമാൻ ശ്രീകുവേട്ടനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എല്ലാ ഫെസ്റ്റിവലും വരുന്ന സമയത്ത് മികച്ച വിലക്കുറവിൽ ഈ ചെർപ്പളശ്ശേരിയിലെ ജനങ്ങൾക്ക് മികച്ച വിലക്കുറവിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ ഉണ്ട്. ബാങ്കിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് കർഷക ഭവനിൽ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ചന്ത നടത്താറുള്ളത്. എന്തായാലും വിലക്കുറവിൽ നൽകുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു ശ്രമം ബാങ്ക് നടത്തിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ നാളെ 4 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം. സ്റ്റോക്കുകളൊക്കെ എത്തി തുടങ്ങിയിരിക്കുകയാണ്. വെറൈറ്റി പടക്കങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ലേ? ഉണ്ട്. സാധാരണക്കാർക്ക് പറ്റിയതുണ്ട്, ചില ലേഡീസിന് പറ്റിയ സംഭവങ്ങളുണ്ട്, കമ്പിത്തിരി പൂത്തിരി ഒക്കെ ഉണ്ട്, പിന്നെ ചില വാളുണ്ട്, വെറൈറ്റി പടക്കങ്ങൾ ഏതൊക്കെയാ നോക്കണ്ടേ, പേരുകൾ ആദ്യം പഠിക്കണം, ഏതൊക്കെയാ നമുക്കും അറിയില്ല. നമ്മൾ സ്റ്റോക്ക് നോക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. നാളെ പടക്കച്ചന്തയ്ക്കൊപ്പം തന്നെ വിഷു ചന്തയും സ്റ്റാർട്ട് ചെയ്യും. അല്ല, വിഷു ചന്തല്ല, പടക്കച്ചന്ത മാത്രമേ ഉള്ളൂ. നമ്മൾ വെള്ളരി മറ്റ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണിക്കുള്ള വെള്ളരി മാത്രമാണ്. ബാക്കി പിന്നെ പടക്കച്ചന്ത മാത്രമേ ഉള്ളൂ. മറ്റ് സാധനങ്ങളൊന്നും ഇല്ല. ഇത്തവണത്തെ വിഷുവൊക്കെ അടിച്ചു പൊളിക്കാൻ തന്നെ പ്ലാൻ. അല്ലാതെ വിഷു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് സർവീസ് സഹകരണ ബാങ്ക്. സംശയമില്ലല്ലോ. വിഷു അല്ല, ഏതാഘോഷമായാലും ചെർപ്പശ്ശേരി പ്രദേശത്ത് സർവീസ് സഹകരണ ബാങ്ക് തന്നെയല്ലേ എല്ലാ ആഘോഷങ്ങൾക്കും. ബാങ്കില്ലാതെ നമുക്ക് എന്താ ആഘോഷം? നീണ്ടു നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ നാളെ തുടങ്ങിയിട്ട് നമ്മൾ 14-ാം തീയതി വൈകുന്നേരം വരെയാണ് നമ്മൾ ചന്ത നടത്താൻ തീരുമാനിച്ചത്. 3 ദിവസം നമ്മൾ മുഴുവൻ സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് നമ്മൾ ചന്ത തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ പ്രാവശ്യത്തെ വിഷു എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണത്തെയും വിഷു സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒപ്പം നമുക്ക് ആഘോഷിക്കാം. തീർച്ചയായിട്ടും അതിനുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഈ പ്രദേശം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രദേശം മുഴുവൻ ആളുകൾക്കും മികച്ച വിലക്കുറവിൽ, അത് ഇൻഷുറൻസ് ചെയ്ത ഒരു പടക്കം കൂടിയാണ്. നമുക്കിതിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബില്ലൊക്കെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ബ്രാൻഡഡ് സാധനമാണ്, V2ൻ്റെ പടക്കമാണ്. അതിൻ്റെ ഇൻഷുറൻസ് അടക്കം ലഭിക്കുന്ന രൂപത്തിലുള്ള പടക്കങ്ങളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രിയ പ്രേക്ഷകർ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, നമുക്ക് ഈ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോകുന്ന പടക്കങ്ങളുടെ ബില്ലുകൾ ദയവ് ചെയ്ത് ഇത് പൊട്ടിച്ച് തീരുന്നവരെ കയ്യിലുണ്ടാവണമെന്ന് സൂക്ഷിക്കണം അല്ലേ? അതെ. ഇതിൻ്റെ ബില്ല് നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്തരത്തിൽ അപകടം പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കൂടി നമുക്ക് ലഭിക്കും. വെറും ഒരു പടക്കം നമ്മൾ റോഡ് സൈഡിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനമാണ് നമ്മളിവിടെ തയ്യാറാക്കി. V2ൻ്റെ പടക്കമാണ്. V2ൻ്റെ നമ്മൾ വർഷങ്ങളായിട്ട് V2ൻ്റെ ഒരു പ്രാവശ്യം നമ്മൾ INCൻ്റെ ഒരു പടക്കം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട പടക്കമാണ് V2 എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇതൊരു ആരും ഒരു നെഗറ്റീവ് ഇല്ല, കുഴപ്പമില്ല. എന്നാലും ചിലതിനൊക്കെ പ്രയാസം വരാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ വെച്ചെങ്കിൽ ചില സാധനങ്ങൾ ക്വാളിറ്റികൾ വ്യത്യാസം ഉണ്ടാവുകൊണ്ടായിരിക്കും. പക്ഷെ എന്തായാലും വലിയ ആക്ഷേപമില്ലാത്ത രൂപത്തിൽ നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സെക്രട്ടറിയോട് ചോദിച്ചു എന്തൊക്കെ പുതിയ സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ? സത്യത്തിൽ അതിൽ നിന്നൊരു ഷോട്ടുകൾ, വാളുണ്ട്, പിന്നെ ഒരുപാട് പുതിയ ഐറ്റംസ്. ഇപ്പോൾ നമുക്ക് തന്നെ സാധനങ്ങൾ തുറന്ന് പർച്ചേസ് ചെയ്ത് നമുക്കത് പുറത്ത് പ്രൈസ് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഐറ്റംസ് നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ കഴിയില്ല. കുറെ അതെ ഒരുപാട് ഫ്ലവർ പോട്ട് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളാണ്. യെസ്, അതേപോലെ വാളുണ്ട്, കമ്പിത്തിരി അവിടെ നടക്കാം. വലിയ കമ്പിത്തിരി എല്ലാം വെറൈറ്റി. ഒരാഴ്ച കത്തിക്കാൻ പകുതി കത്തി നമുക്ക് എടുത്തിട്ട്. അതെ അത്രയും. അതെ, അതിലുള്ള ഇത് പുതിയ ഐറ്റംസ് ആണ്. അപ്പൊ ഇതാ വൈഫൈ അതൊക്കെ പുതിയ ഐറ്റംസ്, തുറന്ന ഐറ്റംസുകളൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. മയിലാട്ടുണ്ട്, കത്തിച്ച മയില്,
മയിൽ പോലെ പീലി വിരിയും. പീലി വിരിയും. അതെ വിരിയില്ലേ? വിരിയും. പിന്നെ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന റേറ്റാണ്. നല്ല നമ്മളിതാ പറയാം, ഓരോ പടക്കുന്ന ഓരോ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യണം. ഇതാണുണ്ടോ നാളെ നമ്മൾ അത് ആലോചിക്കാം നമുക്ക്. ഇതേപോലെ തന്നെ വാള് അതിന് എല്ലാം ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത്തവണത്തെ ബാങ്ക് ഇറക്കിയിരിക്കുന്ന എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പടക്കങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫാമിലി പാക്കിൽ എങ്ങനെയാണ് ഗിഫ്റ്റ് 25 ഐറ്റം വരുന്ന ഫാമിലി പാക്ക് ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ കഴിയുന്ന രൂപത്തിലുള്ള ഫാമിലി പാക്കുകളുണ്ട്. ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ്. ഇതൊക്കെ പുതിയ ഈ സാധനങ്ങൾ വെറൈറ്റി ഐറ്റംസുകളുണ്ട്. ഇത് ശരിക്കും എന്താണത്? അത് പൂത്തിരിയുടെ ഒരു വെറൈറ്റി സാധനം. അത് ടില്ലെന്നെ വെച്ചിട്ട് കത്തിക്കാം. അതിന്റെ വേറെ ഒരു ഐറ്റംസ് വേറെ പുതിയ ഐറ്റംസ് കുറെ ഇറങ്ങിയിട്ടുണ്ട്. മിസ്റ്റിക് ബസ്റ്റ്. ഓക്കെ, ഗംഭീര സാധനങ്ങളാണ്. ഈ മയിലാട്ടം കണ്ടവാനുണ്ട് ഇവിടെ കേട്ടോ. ഇത്തവണ കുറെ മയിലുകൾ വരും ഇവിടെ. ഇത് നിങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് വരുന്ന സാധനങ്ങളാണ് അല്ലേ? അതെ, ഇത് അവിടുന്ന് കമ്പനി നേരിട്ടിട്ട് ഗിഫ്റ്റ് പാക്ക് ആയിട്ട് വരുന്നതാണ്. ഇതിനൊക്കെ ഒരുപാട് ഇത്ര ഐറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, ശരിക്കും ഒരു ഫാമിലിയിൽ 34 ഐറ്റം സാധനങ്ങൾ ഈ കാണുന്ന കമ്പിത്തിരി മുതൽ എല്ലാ ഐറ്റങ്ങളും കുത്തിരി എല്ലാ ഐറ്റം അതിൽ വരുന്നുണ്ട്. ശരിക്കും ഒരു ഫാമിലിക്കൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചാൽ സെലക്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഈ പാക്ക് മേടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഐറ്റം അങ്ങനെ പാക്ക് മേടിച്ചു കൊണ്ടുപോകുന്നതാണോ സെലക്ട് ചെയ്ത് കൊണ്ടുപോകണമെന്നല്ല? സെലക്ട് ചെയ്തിട്ട് അതെ ആയിരിക്കും. നമ്മളിതിന്റെ പ്രൈസ് കണക്കൂട്ടിയാലേ ഇപ്പോൾ ഇതായുള്ളൂ. ഇതിൽ ഓരോ ഐറ്റംസിന് ഓരോ ബോക്സ്, എല്ലാ ബോക്സും ഉണ്ട് ഇതിൽ. മൊത്തം ടോട്ടൽ ചെയ്താലേ ഇതിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്താലേ അറിയുള്ളൂ നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടുകാർ വരുമ്പോൾ കുട്ടികളെ കൂട്ടിയിട്ടാണ് വരുന്നത്. ശരിക്കും ആദ്യം ഈ രക്ഷിതാക്കൾ ആദ്യം നോക്കേണ്ടതാണ് കുട്ടികൾക്ക് പൊട്ടിക്കാൻ പറ്റുന്ന വല്ലതൊക്കെ ഉണ്ടോന്നൊക്കെ. തീർച്ചയായിട്ടും അതിന്റെ ചെറിയ മൂലപ്പടക്കം പോലെ ഒരു അപകടമില്ലാത്ത രൂപത്തിൽ അത് ചീനി പടക്കമുണ്ട്. പിന്നെ നമുക്ക് പെൻസിലുണ്ട്, ചെറിയ പെൻസിലുണ്ട്. അതേപോലെ തീപ്പെട്ടി, മത്താപ്പ്, അങ്ങനെ സംഭവങ്ങൾ വെറൈറ്റി മത്താപ്പ് സ്റ്റോക്കുകളും ഒരുപാടാണ്. ഇവർ സത്യത്തില് 2 ദിവസം കൊണ്ട് പേരൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും ഇത് കഴിയും. തീർച്ചയായിട്ടും അതെ നാളത്തോട് ഇതൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും സ്റ്റോക്കുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. 3 ടൈപ്പ്. വലുത് പിന്നെ നല്ല വലുതും കൂടെ ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. പിന്നെ ചിറ്റ്പുട്ടുകളുണ്ട്, ചെറിയ ചിറ്റ്പുട്ട്, കുറേ ഐറ്റംസ്. ഇതൊക്കെ സൗകര്യം പർച്ചേസ് ചെയ്യാനുള്ള നല്ല ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് ആളുകൾക്ക് എന്താ പറയാ കാറ്റ് കൊണ്ടിട്ട് വെയിലൊന്നും ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം കൂടി നമ്മളത് ബാങ്കിന്റെ ഈ സൗകര്യം ഉണ്ടാവുകൊണ്ട് നമുക്കത് ആളുകൾ. ഇത്തവണത്തെ ചൂട് ഭയങ്കരമാണ്. അപ്പൊ ആ ചൂടിലൊന്നും നിൽക്കണ്ട, നിങ്ങൾ വെയിൽ കൊള്ളണ്ട, നിൽക്കണ്ട, തിരക്കണ്ട, സമാധാനപരമായിട്ട് വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുക. രാവിലെ 9 മണി മുതൽ അല്ലേ? രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഉണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും. എന്തായാലും സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള ആശയം വർഷങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷം കഴിയുന്തോറും പുതുമയാർന്ന വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് സർവീസ് ബാങ്ക് എപ്പോഴും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സിന് മുന്നിൽ വയ്ക്കുന്നത്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. എന്തായാലും ഇത്തവണത്തെ വിഷു ആഘോഷം, വിഷു എന്നല്ല എല്ലാ ആഘോഷവും അല്ലേ? തൽക്കാലം നമുക്ക് വിഷു പിടിക്കാം. എല്ലാ ആഘോഷങ്ങളും നമ്മൾ സർവീസ് ബാങ്ക് അതിൻ്റെ ഒപ്പം എന്ത് ആഘോഷം ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം സർവീസ് സഹകരണ ബാങ്ക് അവർക്കൊപ്പം, അതിന് വായ്പയാണെങ്കിലും അതേപോലെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊപ്പം ഉണ്ടായിട്ട് ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ കർഷകർക്ക് PRS കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടുത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ചടങ്ങ് നടക്കാൻ പോവാം. കാരണം കൃഷിക്കാർക്ക് കഴിഞ്ഞ വർഷം വലിയ പ്രയാസത്തിലായിരുന്നു. PRS നെല്ല് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അത് സഹകരണ പ്രസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മുഴുവൻ ആളുകൾ, ഇപ്പോൾ കുറേ ആളുകൾ അതിൻ്റെ അക്കൗണ്ടുകളൊക്കെ ഇപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അവർക്ക് അത് ആവശ്യമായിട്ടില്ല. എന്തായാലും 2 ദിവസം കൊണ്ട് അത്തരം കർഷകർക്കൊക്കെ പാടശേഖരങ്ങൾ വഴി നെല്ല് സംഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ PRS കിട്ടുന്ന മുറയ്ക്ക് ബാങ്ക് അടിയന്തരമായിട്ട് അത്തരത്തിലുള്ള വായ്പകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി വരിക. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഉപഭോക്താവിനും എന്ത് വേണം എന്നുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അത് വായ്പയായിട്ടാണെങ്കിലും മറ്റു സൗകര്യങ്ങളായിട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തവണത്തെ ആഘോഷങ്ങൾ, ഇത്തവണത്തെ വിഷു ആഘോഷം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കാം. പ്രിയ പ്രേക്ഷകർ ശ്രദ്ധയ്ക്ക്, നാളെ വൈകുന്നേരം 4 മണി മുതലാണ് ഈ വിഷുവിൻ്റെ പടക്കച്ചന്ത തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് 3 ദിവസങ്ങൾ നിങ്ങൾക്ക് പടക്കങ്ങൾ മേടിക്കാനും അത് കൃത്യമായിട്ട് ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി, ബില്ലുകൾ കൃത്യമായി സൂക്ഷിച്ചു വെക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ സേഫ്റ്റിയാണ് ഞങ്ങളുടെയും. തീർച്ചയായിട്ടും സേഫ്റ്റി. അപ്പോൾ എന്തായാലും വിഷു ആഘോഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform.